നമ്മളെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സങ്കടമില്ല. എൻ്റെ അമ്മ നമ്മൾ രണ്ടുപേരെ തനിച്ചാക്കിയിട്ട് അമ്മേനെ കൊന്ന്. ഭർത്താവില്ലാത്ത സ്ത്രീ ഫോണിലൂടെ ഒരാളെ പരിചയപ്പെടുന്നു. പിന്നെ അത് പ്രണയമാകുന്നു. ബന്ധുക്കളെ എതിർത്ത് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അവൾ അറിഞ്ഞില്ല ഒരു മഹാദുരന്തത്തെ സ്വയം വിളിച്ചു വരുത്തുകയാണെന്ന്. മോളുടെ പേരെന്താണ്? രമ്യ. രേണു. എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചത്? അച്ഛൻ അമ്മേനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതായിരുന്നു. എത്ര നാൾ മുമ്പ്? 2023. നിങ്ങളൊക്കെ കണ്ടിരിക്കുമ്പോഴാണോ അങ്ങനെ ഉണ്ടായത്? എങ്ങനെയായിരുന്നു ആ സംഭവം? നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ? അമ്മയും അച്ഛനായിട്ട് വഴക്കുണ്ടായതാ സംശയത്തിൻ്റെ പേരിൽ. അച്ഛൻ അമ്മേനെ ഭയങ്കര സംശയം അച്ഛന്. അങ്ങനെ ഈ ഇടയ്ക്ക് അന്ന് ഞാൻ നമ്മൾ രണ്ട് സ്കൂളിൽ പോയി. സ്കൂൾ വിട്ട് വന്ന് അമ്മ ബാങ്കിലും പോയിരുന്നു ലോൺ അടയ്ക്കാൻ. അങ്ങനെ വീട്ടിൽ വന്ന് അമ്മാമ്മേൻ്റെ വീട്ടിലാണ് പോയത്. നമ്മൾ നേരെ വീട്ടിൽ പോയി അവിടെ വെച്ച് അമ്മേനെ നമ്മളെ വിളിച്ചിറങ്ങി വരാൻ പറഞ്ഞു. അച്ഛൻ വഴിയിൽ വന്നിന്ന്. അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോയപ്പം അമ്മയടുത്ത് ചോദിച്ച്, നീ രാത്രി ആരുടെയാണ് കിടന്നതെന്ന് ചോദിച്ച്. അങ്ങനെ പറഞ്ഞാൽ വഴക്കുണ്ടായത്. അമ്മ പറഞ്ഞ ആരുടെയും കിടന്നില്ലെന്നും പറഞ്ഞ് അമ്മ പറഞ്ഞ്. അങ്ങനെ പിന്നെയും ചോദിച്ചു. അമ്മ പറഞ്ഞ് ആൾക്കാരൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഒരിതും കാണിക്കാതെ പറഞ്ഞുകൊണ്ട് തന്നെ വന്നു. നമ്മളിത് കേൾക്കണ്ടെന്നും പറഞ്ഞ് നമ്മൾ മുമ്പേ പോയി. വീട്ടിൽ കതവ് തുറന്ന് വീട്ടിൻ്റെ അകത്തിരുന്ന് അവിടെയും വന്ന് ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടായി. ആരുടെയാണ് കിടന്നതെന്ന് ചോദിച്ച് തന്നെ വഴക്കുണ്ടായത്. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് ആരും കൂടെ കിടന്നില്ലെന്ന് അമ്മ ഉറപ്പിച്ച് പറഞ്ഞ്. എന്നുവെച്ചാൽ അമ്മ ലോൺ അടയ്ക്കാൻ വേണ്ടി പോയിട്ട് അപ്പോഴും വന്നതേ ഉള്ളായിരുന്നു അമ്മാമ്മേൻ്റെ വീട്ടിൽ. അങ്ങനെ അവിടെ വെച്ച് വഴക്കുണ്ടായി. അങ്ങനെ വഴക്ക് കൂടണ്ടെന്ന് പറഞ്ഞ് ഞാനും അനിയത്തി അമ്മേനെ വിളിച്ചുകൊണ്ട് പോയി. അമ്മാമ്മേൻ്റെ വീട്ടിൽ പോകാനായിട്ട് പകുതി വരെ പോയി. അമ്മ പറഞ്ഞ് ഭർത്താവ് ഒറ്റയ്ക്കല്ലുള്ളതെന്നും പറഞ്ഞ് തിരിച്ച് വന്ന് വാതിലിൻ്റെ അവിടെ ഇരിക്കുന്നു അടുക്കളയിൽ. അങ്ങനെ അവിടെ വെച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പം അച്ഛൻ വന്ന് ഇങ്ങനെ തലയ്ക്ക് മുടിക്ക് കുത്തിപ്പിടിച്ച് അകത്ത് വലിച്ചു കയറ്റുകയും കാർക്കിച്ച് തുപ്പയും ചവിട്ടുകയൊക്കെ ചെയ്ത്. അങ്ങനെ ചവിട്ടുകയൊക്കെ ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ദേഹത്ത് മണ്ണെണ്ണ എടുത്ത് ഒഴിക്കുകയും ചെയ്ത്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മേനെ അടിക്കില്ല, അതിന് മുമ്പ് പറഞ്ഞു അമ്മേനെ അടിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് എന്നെ കുറേ ചീത്തയും വിളിച്ചിട്ട് പറഞ്ഞ് നീ പോയി കേസ് കൊടുക്കാൻ പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഇനി കൂടുതൽ നിൽക്കുകയാണെങ്കിൽ എനിക്കും അടി കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനും ഇവളും മാറിപ്പോയിന്ന്. അപ്പോഴത്തേക്ക് അമ്മ ഇറങ്ങിപ്പോയി. മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അമ്മ ഇറങ്ങിപ്പോയി. അച്ഛനാണ് ഒഴിച്ചത്. അപ്പോഴത്തേക്ക് അമ്മ ഇറങ്ങിപ്പോയി ബാത്റൂമിൻ്റെ അവിടെ നിൽക്കിയിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛനാണെങ്കിൽ കൂടെ വന്ന് സിഗരറ്റ് ലാമ്പ് വെച്ച് വെള്ളമൊക്കെ കോരി ഒഴിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് അമ്മയും തറയിൽ കിടന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛനാണെങ്കിൽ നമ്മള് അണയ്ക്കാണെങ്കിൽ ശ്രമിച്ചു. അച്ഛൻ അപ്പോഴും പ്ലാസ്റ്റിക് എടുത്തോണ്ട് വരെയിരുന്നു അമ്മയുടെ ദേഹത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ അലച്ച ആൾക്കാരെയൊക്കെ കൂട്ടി അമ്മയുടെ ദേഹത്ത് കത്തി അത്. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് അമ്മേനെ പിടിച്ച് അകത്ത് കയറ്റിയിരുത്തി. അപ്പോഴത്തേക്ക് ആംബുലൻസ് വിളിച്ച് അമ്മേനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ആർക്ക് എടുത്തോണ്ടെന്ന്. നല്ല തടിയാ അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ തന്നെ നടന്നുപോയി. ഇടവഴിയായിരുന്നു. അങ്ങനെ അമ്മ തന്നെ പോയാണ് ആംബുലൻസ്. നമ്മളെ കൊണ്ടുപോയില്ല. അവസാനം അമ്മ കണ്ടത് തീ കത്തി ആളി കത്തിയിട്ട് ഇങ്ങനെ കരിഞ്ഞ് വികൃതമായ രീതിയിലായിരുന്നു അല്ലേ? പിന്നെ നമ്മൾ കണ്ടില്ല. പിന്നെ അമ്മ മരിച്ചെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോഴച്ഛൻ കൂടെ പോയോ? ആംബുലൻസിന്റെ കൂടെ കയറി പോയി. കടയ്ക്ക് വരെ പോയി. കടയ്ക്ക് പിന്നെ പോലീസ് പിടിച്ച്. അപ്പൊ നിങ്ങളുടെ ആൾക്കാരെ ചോദിച്ചില്ല ഇതാരാ ചെയ്തെന്ന്? അപ്പോഴും ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ ആൾക്കാരുടെ അച്ഛനാണ് കൊന്നെന്ന് പറഞ്ഞു. അച്ഛനാണ് മണ്ണെണ്ണ. എന്നിട്ട് അമ്മ പോലീസുകാരടുത്ത് പറഞ്ഞ അങ്ങനെയല്ലല്ലോ. അത് അമ്മ വിചാരിച്ച നമ്മളെ നോക്കും എന്ന രീതിയിലാണ്. മരിക്കുമെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത്. നിങ്ങള് ചോദിച്ചില്ലേ അപ്പോഴേ? അമ്മയുടെ അടുത്ത് വല്ലതും സംസാരിച്ചായിരുന്നോ ഈ മണ്ണ? ഇല്ല. അമ്മേനെ നമ്മൾ കാണാൻ പോലും പോയിട്ടില്ല. കൊണ്ടുപോകാൻ പറ്റത്തില്ല. അമ്മയും പറഞ്ഞിട്ടില്ല കാണണോന്ന്.
അപ്പൊ അച്ഛന് തിരിച്ചു വന്ന് ഈ അമ്മയെ അടക്കുന്ന സമയത്തൊക്കെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു? ഇല്ല. എല്ലാ സമയത്ത് പോലീസ് പിടിയിലായി. അത് മോളുടെ മൊഴി പ്രകാരമായിരുന്നു. മോളെന്താ പറഞ്ഞ പോലീസിന്റെ അടുത്ത്? ഞാൻ പറഞ്ഞു അച്ഛനാണ് എൻ്റെ അമ്മയെ തികച്ചു കൊന്നേന്ന് പറഞ്ഞു. പക്ഷെ അമ്മ മൊഴി കൊടുത്തത് അച്ഛനല്ലാന്ന്. അച്ഛനും അമ്മയായിട്ട് നല്ല സ്നേഹമൊക്കെ ആയിരുന്നല്ലോ തന്നെ. അത് രാവിലെ മാത്രമേ ഉള്ളൂ സ്നേഹം. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛൻ അമ്മയെ കീഴ്പ്പെടുത്തും, അടിക്കും. എന്നെ ഒരുപാട് അടിച്ചിട്ടൊക്കെ ഉണ്ട്. മോളെ അനിയത്തിയോ? അനിയത്തിനെ അങ്ങനെ അടിച്ചിട്ടില്ല. പഠിക്കുന്ന കാര്യത്തിലൊന്നും അച്ഛൻ മക്കളെ ശ്രദ്ധയൊന്നും ചെലുത്തത്തില്ലായിരുന്നു. ചിലവരൊക്കെ തരുമായിരുന്നു. ഇത്രയും അകലെയുള്ള അച്ഛനെ എങ്ങനെ കിട്ടിയത്? ദൂരമുള്ള ഫോൺ വഴിയാണ് ബന്ധപ്പെട്ടത്. ഫോൺ വഴി, അമ്മ ഫോൺ വഴിയാണ് അച്ഛനെ ബന്ധപ്പെട്ടത്. ഫോണിൽ കൂടെയുള്ള ബന്ധമായിരുന്നു അവർ അങ്ങനെ കല്യാണം കഴിച്ചത്. വീട്ടുകാരൊന്നും അതിനകത്ത് ഒന്നും അറിഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു അല്ലേ? നിങ്ങളൊക്കെ അറിയുന്ന പറയത്തിൽ അമ്മയ്ക്ക് ഇങ്ങനെയാണ് അച്ഛനെ കൂട്ടായി കിട്ടിയതെന്ന് അറിയാം, അത്രേ ഉള്ളായിരുന്നു. ഇപ്പം അച്ഛൻ ജയിലിലായി. അതിനുശേഷം പിന്നെ ആരാണ് നിങ്ങളെ നോക്കിയതൊക്കെ? അമ്മാമ്മയായിരുന്നു. അമ്മാമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ നമ്മൾ മെമ്പർ വന്ന് ഒരു ഹോമിലോട്ട് മാറ്റി, കൊട്ടിയത്ത് CWC ഒരു ഹോമിലോട്ട് മാറ്റി. അവിടെ നിന്ന് പഠിക്കുകയാണ് രണ്ടുപേരും. പ്ലസ് ടുവിനും ഇനി 9ല്. ഇനി 9ലും പഠിക്കുകയാണ്. ബന്ധുക്കളൊക്കെ വന്ന് കാണാറോ നോക്കാറോ ഒക്കെ ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് താമസിക്കുന്ന ഇവിടെയാണ്. ഈ വെക്കേഷൻ സമയത്ത് ഒരു നിങ്ങൾക്ക് സന്തോഷം വരുന്നതാണോ സങ്കടം വരുന്നതാണോ? അച്ഛന് എന്തെങ്കിലും വിധി ഉണ്ടായോ? അച്ഛനെ അറിഞ്ഞില്ല. ഇപ്പൊ അറിഞ്ഞോ? ഇപ്പൊ എന്താണ് അച്ഛൻ വിധി? ജീവപര്യന്തം ശിക്ഷയാണ്. അതിനകത്ത് സങ്കടം ഉണ്ടോ? അച്ഛനല്ലേ, സ്വന്തം അച്ഛനല്ലേ നമ്മളെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് സങ്കടമില്ല. എൻ്റെ അമ്മ നമ്മൾ രണ്ടുപേരെ തനിച്ചാക്കിയിട്ട് അമ്മേനെ കൊന്ന്, സങ്കടമില്ല. ഇടയ്ക്ക് എപ്പോഴും അച്ഛനെ കോടതിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ തന്നെ? അപ്പം അച്ഛൻ തന്നെ ചോദിക്കുക, നിങ്ങൾ ചോദിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്? ഇല്ല, ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കാം. മോക്ക് കണ്ടപ്പോഴത്തേക്ക് സങ്കടം വന്നോ? അച്ഛനെ ഇങ്ങനെ പോലീസിൻ്റെ ചുറ്റുമൊക്കെ കൊണ്ടുവന്ന് പോകുന്ന അങ്ങനെയെല്ലാം തോന്നിയോ? അല്ല, ഭാവിയിൽ നിങ്ങളെ നോക്കുമെന്നല്ലോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തോന്നലൊന്നും ഉണ്ടായിട്ടില്ലേ? നമ്മളെ നോക്കൂലെന്ന് നമുക്കറിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ അങ്ങനെയാണ് അത്രയും ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ? അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ആരുടെ അടുത്തെങ്കിലും നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടോ? അന്നൊക്കെ ആരുടെ അടുത്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? അമ്മയടുത്ത് പറയും. നമ്മൾ അമ്മാമ്മയടുത്ത് പറയട്ടാ എന്ന് പറഞ്ഞാലും അമ്മ പറയും വേണ്ടെന്ന് പറയും. നല്ലപോലെ പഠിക്കുന്നുണ്ടോ രണ്ടുപേരും? എന്തായി തീരണമെന്നൊക്കെ ആഗ്രഹം പഠിച്ചിട്ടൊക്കെ? എനിക്ക് ടൂറിസം ഗൈഡായിട്ട് പോകാം. ടൂറിസം ഗൈഡ് ആവണം. ജലായിപ്പാറിന്റെ താഴെ ആയതുകൊണ്ടാണോ? നോക്കോ, IAS ആവണമെന്നുള്ള ആഗ്രഹം. രണ്ടുപേരെയും ആഗ്രഹം നടക്കട്ടെ. നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന രണ്ട് പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ 2 പെൺകുട്ടികൾ, അവരുടെ അവസ്ഥയാണ്. സ്വന്തം അമ്മ നഷ്ടപ്പെട്ടു, അച്ഛൻ എന്ന് പറയുന്ന കാപാലികൻ ജയിലിനുള്ളിലായി. ഇനി അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആരെന്നുള്ള തീരുമാനമില്ല. ബന്ധുക്കളൊക്കെ പരമാവധി വളരെ പാവപ്പെട്ട സാധാരണ കുടുംബത്തിലെ പട്ടിണി പാവങ്ങളാണ്. ആ പാവങ്ങൾ വേണം ഇവരെ വളർത്തുവാനും ഇവരുടെ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുവാനും. ചേട്ടത്തിയെ കൊന്ന അവരുടെ ഭർത്താവിന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? സന്തോഷമേ ഉള്ളൂ. കുട്ടികളെയൊക്കെ നിങ്ങളാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം ഞങ്ങൾ അവർക്ക് ലീവ് കിട്ടിയെ കൊണ്ട് ലീവിന് കൊണ്ടുവന്നതാ അവരെ. ഇനി അത് കഴിയുമ്പോൾ കൊണ്ടാക്കണം, തിരിച്ചുണ്ടാക്കണം. അവരുടെ കാര്യങ്ങളൊക്കെ ഇനിയുള്ള ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും തീരുമാനിക്കുന്നത്? അങ്ങനെ ഇത്രയും നാളൊക്കെ നോക്കി നിങ്ങൾക്കും ദുരിതവും കഷ്ടപ്പാടും ഒക്കെ അല്ലേ അവിടെ തന്നെ ആക്കുന്നത്. അഥവാ ഈ ചേച്ചിയുടെ ഭർത്താവ് ഇടയ്ക്ക് പരവളിലിറങ്ങിയും അല്ലാതെയൊക്കെ ഒന്ന് മക്കളെ കാണണമെന്ന് പറയുമ്പം അതിനുള്ള സാഹചര്യം ഉണ്ടാവും? ഇല്ല. അതെന്താണ്? അവരുടെ അച്ഛനല്ലേ? അത് രണ്ടാം അച്ഛനല്ലേ? എങ്ങാനും അച്ഛനാണല്ലോ. ഒരു വളർത്തിയൊക്കെ സ്നേഹമൊക്കെ കാണത്തില്ല പിള്ളേർക്ക്. പിള്ളേരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തല്ലേ? ആണോ? കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല. അദ്ദേഹം ജയിലിൽ തന്നെ കിടക്കണമെന്നുള്ള ആഗ്രഹമാണല്ലേ? നിങ്ങൾ അത് കഴിഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ അയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ കോടതി വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് ഇതിന് ശേഷം. എന്താണ് അങ്ങനെ ഒരു പശ്ചാത്താപം വല്ലതും ഉണ്ടോ? പശ്ചാത്താപമൊന്നുമില്ല. അന്ന് കോടതിയിൽ വെച്ച് കണ്ടപ്പം പശ്ചാത്താപം വല്ലതും തോന്നിയിട്ടില്ല? ഇല്ല. ഈ മക്കളെ അന്ന് നിങ്ങൾ കൊണ്ടുപോയല്ലോ ഇതിൻ്റെ സാക്ഷി പറയാനും മൊഴി പറയാനും ഒക്കെ. അപ്പം അന്ന് ഏതെങ്കിലും രീതിയിൽ അവരുമായിട്ട് സംസാരിക്കാനാണ് ശ്രമിച്ചിരുന്നോ അയാൾ? ഇല്ല, ശ്രമിച്ചിരുന്നില്ല. പൊതുവേ ഈ അദ്ദേഹം ഇങ്ങനെ ഒരു രീതിയിലുള്ള പ്രവർത്തി ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു.
ചേച്ചി മരിച്ചതിന് ശേഷം പിള്ളേർ പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നത്. അതുവരെ ഇയാളാണ് മണ്ണെടുത്തൊഴിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഇല്ല, മരിച്ചതിന് ശേഷമാണ് അറിഞ്ഞത്. ഇതുപോലെ നിങ്ങളായിട്ടൊക്കെ സഹകരിക്കായിരുന്നു. ചേച്ചി പറയത്തൊന്നുമില്ലായിരുന്നു, പിള്ളേരെയും പറയാൻ താമസിക്കത്തില്ലായിരുന്നു. ചേച്ചി ഫോൺ വഴിയായിട്ട് എങ്ങോട്ട് ബന്ധപ്പെട്ടാണ്? നല്ല കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, നോക്കും വഴക്കും ഒന്നുമില്ല, നല്ല കാര്യമായിരുന്നു പറയുന്നത്. ഇങ്ങനെ പരിചയപ്പെട്ടത് തന്നെ ഫോൺ വഴിയാണ് പരിചയപ്പെട്ടത്. ഇങ്ങനെ നേരത്തെ വിവാഹം കഴിച്ചിട്ടുള്ളതെന്നല്ല അറിയാമോ? ചേച്ചി പറയുന്നു കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. കൂടുതലൊന്നും നിങ്ങൾ ആലോചിച്ചില്ലായിരുന്നു? അവർ രണ്ടും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു വേണ്ടാന്ന്, ചേച്ചിയുടെ നിർബന്ധത്തിലാണ്